ഹലോ, സുഖല്ലേ? ലൈഫ് റീസെറ്റ് റൂം മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനെന്താ ഈ പഴയ എരുമ്പിന്റെ പെട്ടി പിടിച്ചേക്കണെന്നല്ലേ? വേറൊന്നുമല്ല, റൂം മേക്ക് ഓവർ ഒക്കെ ഏകദേശം ഒന്ന് സെറ്റായി വന്നപ്പോഴേക്ക് എന്റെ കുറെ സാധനങ്ങൾ കാണാണ്ടായി. ഇനിയും ഞാൻ അതൊന്നും ഒതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ചിലപ്പോ എനിക്ക് ഇനി ഭാവിയിൽ കിട്ടിയെന്ന് തന്നെ വരില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ ഹോബീസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാ. ഇതിൽ ഏതെങ്കിലും ഒന്ന് കാണാണ്ടായ എന്റെ അന്നത്തെ മൂടേ പോവും. അന്ന് ഫുള്ള് ഞാൻ ഭദ്രകാളിയായിരിക്കും. എനിക്ക് അറിയാൻ പാടില്ല, ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി എന്റെ ഈ സാധനങ്ങളൊക്കെ ഭയങ്കര സേഫ് ആയിട്ട് എടുത്തു വെക്കാൻ ഒരു വഴി തേടി നടക്കുമ്പോഴാണ് ദേ ഈ ഒരു പെട്ടിന്റെ കണ്ണുപെട്ടത്. ബൈ ദ വേ, ഇതെന്റെ അച്ചാച്ചന്റെ പെട്ടിയാണ് കേട്ടോ. അച്ചാച്ചൻ ഗുജറാത്തിൽ റെയിൽവേയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് യൂസ് ചെയ്തായിരുന്ന പെട്ടിയാണ്. പിന്നെ എന്റെ റൂം പെയിന്റ് അടിക്കണ വീഡിയോയില് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷെൽഫിൽ വല്ല വാൾപേപ്പറും യൂസ് ചെയ്യണം എന്നുള്ളത്. സംഭവം എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷെ ഞാനും വാൾപേപ്പറും അത്ര നല്ല ബന്ധത്തിലല്ല. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, ഈ വാൾപേപ്പർ ഒട്ടിച്ചതിൽ നിങ്ങൾക്ക് ചുളിവുകൾ കാണാനില്ലേ? ഇത്ര കുഞ്ഞു സർഫേസിൽ ഞാൻ ഒട്ടിച്ചപ്പോ തന്നെ ഇതാണ് അവസ്ഥ. അപ്പൊ പിന്നെ എന്റെ ഷെൽഫിൽ ഞാൻ ഒട്ടിക്കാൻ നിന്നുള്ള കാര്യം പറയണ്ടല്ലോ. എന്റെ ബാക്കിൽ കാണുന്ന ബാത്റൂം ഡോറിൽ ഞങ്ങൾ ഈ സെയിം വാൾപേപ്പർ ഒട്ടിച്ച. ഞാനും ആദ്യം പകുതി ദിവസം എടുത്തിട്ടാണ് ചുളിവൊന്നും ഇല്ലാണ്ട് ആ സാധനം ഒട്ടിച്ചെടുത്തത്. അപ്പൊ പിന്നെ ഇത്രയും ഷെൽഫിലൊക്കെ ഒട്ടിച്ച് വരുമ്പോഴേക്കും എന്തോരം നേരം എടുക്കും. എന്റെ വീട്ടിൽ എനിക്ക് മാത്രമാണ് മണിക്കൂർ കണക്കിന് നിന്ന് ഈ വക പരിപാടികളൊക്കെ ചെയ്യാനുള്ള ഭ്രാന്തുള്ളൂ, വേറെ ആർക്കും ഇല്ല. പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയ്ക്ക് ചുളിവില്ലാണ്ട് ഒട്ടിക്കാനോട്ട് വേക്കണമില്ല. അതുകൊണ്ട് തന്നെ വേറൊരാളെ കൺവിൻസ് ചെയ്ത് ഇത് ഒട്ടിച്ച് വരുമ്പോഴേക്കും സമയം എടുക്കും. പക്ഷെ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്ങനെയുണ്ട് എന്റെ ഈ ബോക്സിന്റെ മേക്ക് ഓവർ? നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയുന്നുണ്ടോ? അപ്പൊ അത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.